വി.ഡി. സതീശന്റെ മന്ത്രിസഭ അധികാരമേൽക്കുകയാണ്. ഇനി ആളുകൾ കാത്തിരിക്കുന്നത് കെ.പി.സി.സി പ്രസിഡന്റ് പദവിയിൽ ആരെത്തുമെന്നറിയാനാണ്. സംസ്ഥാന സർക്കാരിൽ റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. ഇതോടെയാണ് കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് മറ്റൊരു നേതാവിനെ കോൺഗ്രസ് തേടുന്നത്. ഏറ്റവും ഒടുവിലായി നറുക്കുവീണിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ജാതിമത സമവാക്യങ്ങൾ ഷാഫിക്ക് തിരിച്ചടിയാണെങ്കിലും കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയാണ് ധൈര്യമാകുന്നത്. എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവ് ബെന്നി ബെഹനാൻ എം.പിയെ നിയമിക്കാമെന്ന ധാരണയിലാണ് ആദ്യം എത്തിനിന്നത്. നേരത്തെ കെ.പി.സി.സി അധ്യക്ഷനായി തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം.പി രംഗത്ത് വന്നിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയെ കൊടിക്കുന്നിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ കെ.സി. വേണുഗോപാൽ ഈ നീക്കം തടഞ്ഞു. ഇതോടെയാണ് ഷാഫി പറമ്പിലോ ബെന്നി ബെഹനാനോ പദവിയിലെത്തുമെന്ന് ഉറപ്പിച്ചത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി മതി എന്ന തീരുമാനത്തിലെത്തിയാൽ ബെന്നിക്ക് നറുക്കുവീഴും. അതേസമയം ഷാഫി പറമ്പിൽ പോലൊരു നേതാവിനെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചാൽ അത് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ ഷാഫി പറമ്പിലിന്റെ തുറന്ന പിന്തുണ കെ.സിക്ക് കിട്ടിയിരുന്നു. അവസാന ലാപ്പിലാണ് കെ.സിയുടെ പേര് വെട്ടി സതീശൻ മുഖ്യമന്ത്രിയായത്. ഇതോടെ കെ.സി ക്യാമ്പ് കടുത്ത നിരാശയിലായി. അതേസമയം തന്റെ നോമിനികളെ മന്ത്രിമാരാക്കി സർക്കാരിനെ നിയന്ത്രിക്കാനുള്ള നീക്കമാണ് കെ.സി നടത്തുന്നത്. ഇതിന്റെ ബാക്കിയായി കോൺഗ്രസ് പാർട്ടിയെ കൂടി തന്റെ വിരൽത്തുമ്പിൽ എത്തിക്കണമെന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള നീക്കമാണ് കെ.സി. വേണുഗോപാൽ നടത്തുന്നത്. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ.സി പക്ഷത്തെ കരുത്തനായ നേതാവാണ്. സണ്ണി ജോസഫ് മാറിയാൽ അതേ സ്ഥാനത്ത് തന്റെ നോമിനി തന്നെ വരുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് കെ.സി. വേണുഗോപാൽ. ഈ നീക്കമാണ് ഷാഫി പറമ്പിലിൽ എത്തി നിൽക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ 1-ാം നമ്പർ പദവിയാണ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം. അതുകൊണ്ട് തന്നെ 1/2 ഡസൻ നേതാക്കളെങ്കിലും ഈ കസേര ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇവിടെ കെ.സിയുടെ തീരുമാനങ്ങളാണ് എ.ഐ.സി.സി അംഗീകരിക്കുക. മുഖ്യമന്ത്രി പദവി വിട്ട് നൽകിയതോടെ ഹീറോ പരിവേഷം ഇപ്പോൾ കെ.സി. വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ അവസാന വാക്ക് കെ.സി. വേണുഗോപാലിന്റേതാണ്. ഇവിടെയാണ് അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമുദായിക സന്തുലനം ആവശ്യമാണെങ്കിൽ മാത്രം പന്ത് ബെന്നി ബെഹനാന്റെ കോർട്ടിലെത്തും. ആന്റണി എം.പിയുടെ പേരും ക്രിസ്ത്യൻ സമുദായ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള വീതം വയ്പിൽ ആരെ പിന്തള്ളുമെന്നത് കണ്ടറിയണം. അതേസമയം മുഖ്യമന്ത്രി പദവി കൈവിട്ടതിന് പിന്നാലെ താൻ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് കെ.പി.സി.സി അധ്യക്ഷ പദവി നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പേര് ജോസഫ് വാഴയ്ക്കന്റെയാണ്. ഇതിന് കോൺഗ്രസ് വഴങ്ങിയോ എന്ന് വ്യക്തമല്ല. കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കാത്ത നേതാവ് എന്ന ചീത്തപ്പേര് തനിക്കുണ്ടെന്നും ഇനിയും ഒപ്പമുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലെന്നും പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. എന്തായാലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സംഘടനയെ നയിക്കാൻ ഊർജ്ജസ്വലനായ ഒരു നേതാവ് വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാട്. ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കുന്നതിലൂടെ യുവാക്കളെ പാർട്ടിയോട് അടുപ്പിക്കാമെന്ന് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ മുതിർന്ന നേതാക്കളെ പിണക്കി ഇത്തരമൊരു പരീക്ഷണത്തിന് ഖർഗെ തയ്യാറാകുമോ എന്നതാണ് ഇതിലെ അവസാന ചോദ്യം. സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി പദം നായർ വിഭാഗത്തിനോ ഈഴവ വിഭാഗത്തിനോ നൽകുകയാണെങ്കിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ദളിത് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും തങ്ങളുടെ അവകാശവാദങ്ങൾ ശക്തമാക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ പേര് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവ് എന്ന നിലയിൽ പരിഗണിക്കപ്പെടുമ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്നുണ്ട് കെ.സി. വേണുഗോപാൽ. എന്തായാലും മന്ത്രിസഭ അധികാരമേറ്റെടുത്തതിനു പിന്നാലെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്കുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.